അപ്പോൾ പതിവ് പോലെ നമ്മൾ പത്രവിശേഷങ്ങളിലേക്ക് കടക്കുന്നു. നമുക്ക് ഇന്ന് പ്രധാനമായിട്ടുമുള്ളത് എമ്പുരാന്റെ വിഷയമുണ്ട്, അതേപോലെ ആശാവർക്കർമാരുടെ മുടി മുറിച്ചുള്ള സമരം അല്ലേ. മനോരമയിൽ തീർച്ചയായിട്ടും ആശാവർക്കർമാരുടെ സമരം തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്തയായി നിൽക്കുന്നത്. 50-ാം നാൾ മുടിമുറിച്ച് പ്രതിഷേധം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിൽ വൈകാരിക രംഗങ്ങൾ എന്നാണ് മലയാള മനോരമ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രതീക്ഷ മുറിയുമ്പോൾ എന്ന അടിക്കുറിപ്പോടുകൂടി കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല രാപ്പകൽ സമരത്തിന്റെ 50-ാം ദിവസമായി ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിൽ പ്രതിഷേധ സൂചകമായി തലമുണ്ടനം ചെയ്ത ശേഷം പൊട്ടിക്കരയുന്ന ആശാപ്രവർത്തകയുടെ ചിത്രം കൂടി പങ്കുവെച്ചുകൊണ്ടാണ് മനോരമ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തീ മുടി എന്നാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. അത് തീയുടെ അതെ, അത് ഒരു വിഷ്വൽ ഇമ്പാക്ട് ഉള്ള ഒരു സംഭവമാണ്, ഒരു സമരമാണ്. പ്രത്യേകിച്ച് തലമുടി മുറിക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് അവർ വളരെ വൈകാരികമായിട്ടാണ് പത്മജ അടക്കമുള്ള ആശാപ്രവർത്തകർ പ്രതികരിച്ചത്. എനിക്ക് അതിനകത്തൊരു സംശയമുള്ളത്, എന്തുകൊണ്ടാണ് സർക്കാർ അക്കാര്യത്തിൽ ഇപ്പോൾ 1000-2000 രൂപ കൂട്ടിക്കൊടുക്കാൻ സർക്കാരിന് കഴിയാത്തതല്ലല്ലോ സ്വാഭാവികമായും. അത് കേന്ദ്രം വർദ്ധിച്ചാൽ ഞങ്ങൾ വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ് സംസ്ഥാനത്തിന്റെ നിലപാട്. തീർച്ചയായിട്ടും കേന്ദ്രം അതിൽ നിശ്ചിത വിഹിതം വർദ്ധിപ്പിക്കണം. അതേസമയം ഇത് അനുപാതരഹിതമായി സമരം പോകുന്നുണ്ടോ എന്നൊരു ചോദ്യവും ആളുകൾ ചോദിക്കുന്നുണ്ട് പലപ്പോഴും. എവിടെയും എത്താതെ പോകുന്നുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനം. ദിവസങ്ങളോളം നിൽക്കുന്ന ഒരു സമരം എന്നുള്ളതാണ്. മനോഹരമായ ഒരു ചിത്രം കൂടി മനോരമ പങ്കുവെക്കുന്നുണ്ട്. ആ ചിത്രം കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നില്ല. നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്, കിണാശ്ശേരിയിൽ നിന്നുള്ള വാർത്ത. കോഴിക്കോട് കിണാശ്ശേരി, പാലക്കാട് കിണാശ്ശേരി അല്ല, കോഴിക്കോട് കിണാശ്ശേരിയിൽ പരസ്പരം ഈദ് ആശംസകൾ നേരുന്ന കുട്ടികളുടെ ഒരു ചിത്രം, മനോഹരമായ ഒരു ചിത്രം മനോരമ പങ്കുവെക്കുന്നുണ്ട്. പള്ളിയറയ്ക്കൽ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിന്റെ കവാടത്തിൽ നിന്നുള്ള ചിത്രമാണ്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ കിണാശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനം ഉത്സവത്തിനായി ക്ഷേത്ര കമ്മിറ്റിക്ക് കൈമാറി. അപ്പൊ അവിടെ ക്ഷേത്രോത്സവം നടക്കേണ്ട സമയമാണ്. ആ സമയമാണ് ഈ പിറ കാണുന്നത്. ഉത്സവം നടക്കണം, എന്നാൽ അതേസമയം തന്നെ മാസപ്പിറവിയും കണ്ടു. അങ്ങനെ വന്നപ്പോൾ രാവിലത്തെ ഈദ്ഗാഹിനായിട്ട് ക്ഷേത്ര കമ്മിറ്റി ഈ ഗ്രൗണ്ടിൽ സൗകര്യമൊരുക്കുകയായിരുന്നു. അപ്പൊ മനോഹരമായ റിയൽ കേരള സ്റ്റോറി നമുക്ക് പറയാം. മാതൃഭൂമിയിൽ എന്താണ്? മാതൃഭൂമിയില് ഇതേ വാർത്ത, ഈ ആശാവർക്കർമാരുടെ മുടിമുറിച്ചുള്ള സമരത്തിന് അവര് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് കോട്ട് ചെയ്തുകൊണ്ടാണ് അവരുടെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. സർക്കാർ ഞങ്ങളുടെ തല വെട്ടട്ടെ, അതാണ് അതിന്റെ തലക്കെട്ട്. മുടിമുറിച്ച ആശമാരുടെ പ്രതിഷേധം എന്ന് പറയുന്നുണ്ട്. 50 ദിവസമായി തുടരുന്ന സമരത്തോടുള്ള സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റ് പടിക്കൽ മുടിമുറിച്ചും തലമൊട്ടയടിച്ചും ആശമാരുടെ പ്രതിഷേധം. അങ്ങനെയാണ് ആ വാർത്ത പോകുന്നത്. അത് ഒരു സൈഡിലായിട്ടുള്ള വാർത്തയാണ്. പ്രധാനപ്പെട്ട വാർത്തയായി കൊടുത്തിരിക്കുന്നത്, തുറന്നു പറഞ്ഞ് CPIM റിപ്പോർട്ട്, പാർട്ടിയുടെ പാളിച്ചയിൽ BJP വളർന്നു എന്നാണ്. പാർട്ടി കോൺഗ്രസിന് നാളെ തുടക്കമെന്ന് കേരളത്തിന്റെയും കൂടി പശ്ചാത്തലത്തിൽ ത്രിപുരയുണ്ട്, ബംഗാളുണ്ട്, 3 സംസ്ഥാനങ്ങളിലും. അതായത് ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും BJPയുടെ വളർച്ച തങ്ങളുടെ ചെലവിലെന്ന് സ്വയം വിമർശനം. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്, വളരെ അടിപൊളി റിപ്പോർട്ടും കൂടിയാണ്. അതിൽ വിമർശനം. ദേശാഭിമാനിയിലെ പാർട്ടി കോൺഗ്രസ് ആണ്, അപ്പൊ നാളെ തുടങ്ങുകയാണല്ലോ. അപ്പൊ അതാണ് ഫസ്റ്റ്. പോരാട്ട ഭൂമിക ചുവന്നു, പാർട്ടി കോൺഗ്രസിന് നാളെ തുടക്കം. ഇപ്പൊ ജാതി വിവേചനത്തിനും ചൂഷണങ്ങൾക്കും എതിരായ പോരാട്ടങ്ങൾ ചുവപ്പിച്ച മധുരയുടെ മണ്ണിൽ CPIM 24-ാം പാർട്ടി കോൺഗ്രസിന് ബുധനാഴ്ച തുടക്കമാകും. ചെങ്കൊടികളും തോരണങ്ങളും കൊണ്ട് നഗരം ചുവപ്പണിഞ്ഞു. നഗരമധ്യത്തിലെ തമുക്കം മൈതാനത്തെ സീതാറാം യെച്ചൂരി നഗറിൽ 6 വരെയാണ് പാർട്ടി കോൺഗ്രസ്. ഇതിന് പുറമെ വളരെ പൊളിറ്റിക്കലായിട്ടൊരു ഫ്രണ്ട് പേജ് ഉണ്ട് ദേശാഭിമാനിക്ക്. നമ്മൾ ഈ കിണാശ്ശേരിയുടെ കാര്യം പറഞ്ഞ പോലെ ഇതാണ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഒരു ലെഫ്റ്റ് സൈഡിൽ അവിടെ പ്രാർത്ഥനാ വിലക്ക്, ശ്രീനഗർ ജാമിയ മസ്ജിദിന്റെ കാര്യം, ഈദ്ഗാഹിന്റെ കാര്യം പറയുന്നു. ഇപ്പുറത്ത് നമ്മുടെ കിണാശ്ശേരിയുടെ കാര്യം പറയുന്നു. മനോഹരമായി താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു, മാത്രമല്ല ബജ്രംഗിയെ മറക്കരുത് എന്ന് പറഞ്ഞിട്ട് എമ്പുരാനുമായി ബന്ധപ്പെട്ട സീരീസ്. മാധ്യമത്തിന്റെ കൂടി ലീഡ് നോക്കാം. മാധ്യമ പത്രം ഇന്ന് കിട്ടിയില്ല. ഹിന്ദു പത്രം എടുക്കാം. ഹിന്ദു പത്രത്തിന്റെ പ്രധാനപ്പെട്ട ലീഡ്, ഗവൺമെന്റ് പുഷസ് ഹാർഡ് ടു ക്ലിയർ വഖഫ് ബിൽ. വഖഫ് ബില്ല് ഈ സെഷനിൽ തന്നെ അവതരിപ്പിക്കുമെന്ന സൂചനയാണ് കേന്ദ്രം നൽകുന്നത്. ഇന്ന് അവതരിപ്പിക്കുമെന്നായിരുന്നു കരുതിയതെങ്കിലും ഇന്ന് അവതരിപ്പിക്കും. Minister says opposition is misleading Muslims by telling them that government will snatch their properties. Bill may be tabled in parliament tomorrow. കിരൺ റിജ്ജു പറഞ്ഞത് പ്രതിപക്ഷം ഒരു തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുന്നു. അത് മുസ്ലിങ്ങളുടെ പ്രോപ്പർട്ടികൾ എല്ലാം നമ്മൾ എടുത്തുകൊണ്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചരണം നടത്തുന്നു എന്നുള്ളതാണ് മിനിസ്റ്റർ പറയുന്നത്. Some people are saying that this Waqf amendment bill is unconstitutional. Waqf rules, its provisions have been in existence since before independence. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു.
വഖഫ് ചട്ടങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വഖഫ് ആക്ട് എന്ന് പറയുന്നത് ഇല്ലീഗൽ അല്ല എന്നുള്ളതാണ് കിരൺ റിജ്ജു പ്രധാനമായിട്ടും പറയുന്നത്. എന്നാൽ അതിൽ വലിയ ആശങ്കകളുണ്ട്. വഖഫിൻ്റെ കൗൺസിലിൽ, വഖഫ് ട്രിബ്യൂണലിൽ ഒക്കെ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നത് വലിയ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറുന്നു. അതേപോലെ അവർ സ്വീകരിച്ചു വന്നിരുന്ന വഖഫ് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് വാക്കുകൊണ്ട് വഖഫ് ചെയ്താൽ അതിന് വഖഫ് ആവില്ല എന്നുള്ള ഒരു അവസ്ഥയുണ്ടാവുന്നു. ഇതൊക്കെ പ്രധാനപ്പെട്ട വഖഫ് ബില്ലിലെ വിവാദമായ പരാമർശങ്ങളാണ്. ഇതൊക്കെ ഉണ്ടാവും അതിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും മറ്റൊരു രാഷ്ട്രീയ വിവാദമായിട്ട് അത് വളരും. ആഫ്റ്റർ ക്ലാംപ്ഡൗൺ ഇൻ ഇന്ത്യ, റിട്ടേൺ ഓഫ് ബംഗ്ലാദേശ് ഈസ് അപ്പ്. Voluntary return of undocumented Bangladesh is showing an increase after the government in December 2024 began a crackdown against the foreigners staying illegally in India. ഇന്ത്യയിൽ അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശികളുടെ കാര്യത്തിൽ ഇന്ത്യ സർക്കാർ വളരെ കർശനമായ നിലപാടെടുക്കും. അപ്പോൾ വലിയ രീതിയിൽ ഒരു ഒഴുക്ക് ബംഗ്ലാദേശിലേക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായിട്ടുള്ളത്. എംപുരാന്റെ വാർത്തയും ദ ഹിന്ദു പത്രത്തിന്റെ ആദ്യ പേജിലുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നു ഈ മാതൃഭൂമിയിലൊന്നും എംപുരാൻ ആദ്യ പേജിൽ ഇല്ല. മനോരമയിലും ആദ്യ പേജിൽ എമ്പുരാനുണ്ട്. പുതിയ എമ്പുരാൻ വരും, ഒരു നാൾ വൈകി എന്നാണ് മനോരമ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു നാൾ വൈകി മാത്രമേ എമ്പുരാൻ വരൂ. നമ്മൾ ഇന്നലെ സംസാരിച്ചതാണ്. ഇന്നലെ നമ്മൾ പുറത്തുവിട്ട വാർത്തയാണ്. എമ്പുരാനിൽ എത്രയാണ് കട്ടുള്ളത്? നമ്പർ കട്ടല്ല, സമയം 2 മിനിറ്റും 8 സെക്കൻഡ്, അത്ര മാത്രമേ ഉള്ളൂ. പല രീതിയിലുള്ള കഥകൾ പ്രചരിച്ചു. 20 മിനിറ്റ് തന്നെ ഇല്ലാതാണെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, 2 മിനിറ്റും 8 സെക്കൻഡുമാണ് എന്നാണ് ഇന്നലെ റഹീസ് റഷീദ് റിപ്പോർട്ട് ചെയ്തത്. അത്ര ബാധിക്കുന്ന കാര്യം അങ്ങനെ കഴിയില്ല ആ സിനിമ എഡിറ്റ് ചെയ്ത് മാറ്റാൻ. വിവാദ ഭാഗങ്ങൾ മുറിച്ചു നീക്കിയ എമ്പുരാൻ തിയേറ്ററുകളിലെത്താൻ 1 ദിവസം കൂടി എടുത്തേക്കും. ചിത്രത്തിന്റെ റീസെൻസറിംഗ് ഞായറാഴ്ച പൂർത്തിയായെങ്കിലും എഡിറ്റിംഗും മാസ്റ്ററിംഗും പൂർത്തിയാക്കാൻ സമയമെടുക്കും എന്നുള്ളതാണ് കാരണം. എഡിറ്റിംഗിന് ശേഷം ഹൈദരാബാദിൽ നടൻ നാഗാർജുനയുടെ ഉടമസ്ഥതയിലുള്ള അന്നപൂർണ സ്റ്റുഡിയോയിൽ മാസ്റ്ററിംഗ് ജോലികൾ പുരോഗമിക്കുകയാണ്. ഇതിന്ന് പൂർത്തിയായേക്കും. തുടർന്ന് തിയേറ്ററുകളിലേക്ക് അപ്ലോഡ് ചെയ്യും. ഇന്നലെ വൈകിട്ടോടെ റീസെൻസർ ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നായിരുന്നു അണിയറ പ്രവർത്തകർ ആദ്യം അറിയിച്ചിരുന്നത്. ഈ ചിത്രത്തിൽ നിന്ന് 2.3 മിനിറ്റ്, അതിപ്പോൾ 2.8 മിനിറ്റ് ആണ് ചിത്രം നീക്കം ചെയ്തിട്ടുള്ളത്. മാസ്റ്ററിംഗ് പൂർത്തിയാക്കി അപ്ലോഡ് ചെയ്യുന്ന പ്രിന്റ് 90% തിയേറ്ററുകളുടെയും സെർവറിലേക്ക് അതിവേഗ ഇന്റർനെറ്റ് മുഖേനയാണ് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് സാങ്കേതികമായിട്ടുള്ളൊരു തടസ്സം കൂടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം ഇല്ലാത്ത തിയേറ്ററുകളിൽ സിനിമ കോപ്പി ചെയ്ത ഹാർഡ് ഡിസ്ക് വാഹനത്തിൽ എത്തിക്കണം. അങ്ങനൊരു പ്രശ്നം. അപ്പം എന്തായാലും സിനിമ 200 കോടിയിലേക്ക് കടന്നു അല്ലേ? 5 ദിവസം കൊണ്ട്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത മലയാള മനോരമയിലുള്ളത് നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ടവരുടെ ചിത്രങ്ങൾ ചെങ്കൊടിയിൽ പതിഞ്ഞു എന്നുള്ളൊരു ചിത്രമുണ്ട്. അത് എങ്ങനെയാണ്? ഒരു ഉത്സവത്തിന്റെ ഭാഗമായി ഒരു കലശം നടക്കുകയാണ് ഒരു ക്ഷേത്രത്തിൽ. അപ്പോൾ ഈ സൂരജ് വധക്കേസിലെ പ്രതികളുടെ ചിത്രമാണ് ഒരു ക്ഷേത്രോത്സവത്തിലെ കൊടിയിൽ പതിച്ച് അവര് നമ്മൾ കുടമാറ്റം എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ, പല നിറത്തിലുള്ള കൊടികൾ. ഇത് കൊടിയിൽ പ്രതികളുടെ, പ്രതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെട്ടവരുടെ ചിത്രങ്ങളാണ് പതിച്ചിരുന്നത്. കൂത്തുപറമ്പിലാണ് സംഭവം. BJP പ്രവർത്തകൻ എളമ്പിലായി സൂരജിനെ വെട്ടിക്കൊന്ന കേസിൽ ശിക്ഷിക്കപ്പെട്ടവരുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത പതാകയുമായി ക്ഷേത്രോത്സവ ഘോഷയാത്രയിൽ CPM പ്രവർത്തകർ അണിനിരുന്നു എന്നുള്ളതാണ് ആ വാർത്ത. അവരുടെ ആ ചിത്രങ്ങൾ സഹിതമാണ് മലയാള മനോരമ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ വാർത്ത ആദ്യം നമ്മൾ ഇന്നലെ അർജുൻ കല്യാടാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് കണ്ണൂരിൽ നിന്ന്. ഒരു വാർത്ത കൂടിയുണ്ട് മനോരമയിൽ, അതുകൂടി ഞാൻ വായിച്ചേക്കാം. CPM പാർട്ടി കോൺഗ്രസ് നാളെ മുതൽ തുടങ്ങുകയാണ്. അപ്പോൾ പല ചർച്ചകൾ നടക്കുന്നുണ്ട്. അടുത്ത ജനറൽ സെക്രട്ടറി ആരായിരിക്കും എന്നുള്ളതാണ്. കേരളത്തിൽ നിന്ന് അവസാനത്തെ ജനറൽ സെക്രട്ടറി ആരാണെന്ന് അറിയുമോ? EMS ആണ്. കേരളത്തിൽ നിന്ന് പോയത്. പ്രകാശ് കാരാട്ട് മലയാളി ആണെങ്കിലും അത് ഡൽഹി ഘടകത്തിൽ നിന്നാണ് വന്നത്. അപ്പോൾ ജനറൽ സെക്രട്ടറിയായി MA ബേബി വരുമോ എന്നുള്ളതാണ് ചോദ്യം. MA ബേബി വന്നാൽ അത് കേരളത്തിൽ നിന്നുള്ള EMSന് ശേഷമുള്ള ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയിരിക്കും. കേരള ഘടകത്തിന്റെ ഒരു പ്രാധാന്യം കൂടി. 2012 മുതൽ PB അംഗമാണ് MA ബേബി വന്നാൽ. പക്ഷെ വരണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ സംഭവിക്കണം. ഒന്ന്, കേരള ഘടകത്തിന്റെ അനുമതി വേണം. അതിൽ പിണറായി വിജയന്റെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. പിണറായി നിലവിലുള്ള സാഹചര്യത്തിൽ MA ബേബി എൻഡോഴ്സ് ചെയ്യുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും ഈ വിഷയത്തിൽ പത്രം പറയുന്നത് CPM പാർട്ടി കോൺഗ്രസിന് നാളെ മധുരയിൽ കൊടിയുരുമ്പോൾ ഉന്നത നേതൃനിരയിൽ കേരള ഘടകം കൂടുതൽ പ്രാതിനിധ്യം പ്രതീക്ഷിക്കുന്നു. EMSന് ശേഷം കേരളത്തിൽ നിന്ന് ജനറൽ സെക്രട്ടറി ഉണ്ടാകുമോ എന്ന വലിയ ചോദ്യത്തിന് മധുര ഉത്തരം നൽകും. 2012 മുതൽ PBയിലുള്ള MA ബേബിക്ക് പിറന്നാൾ സമ്മാനമായി ഇത് ലഭിക്കും. കാര്യം MA ബേബിയുടെ പിറന്നാൾ ഏപ്രിൽ 5-ാം തീയതിയാണ്. അങ്ങനെ ഒരു സന്തോഷമുള്ള കാര്യം സംഭവിക്കുമോ? പാർട്ടി കോൺഗ്രസ് അവസാനിക്കുന്നത് ഏപ്രിൽ 6-ാം തീയതിയാണ്. അപ്പൊ 5-ാം തീയതി പിറന്നാളാണ്. അപ്പൊ അതുകൊണ്ട് പിറന്നാൾ സമ്മാനമായി MA ബേബിക്ക് അത് കിട്ടുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മാത്രവുമല്ല 72 വയസ്സാണ് MA ബേബിക്ക്, 75 ആണല്ലോ. അതുകൊണ്ട് ഒരു കാലാവധി മുന്നിലുണ്ട്. ബേബി ജനറൽ സെക്രട്ടറി ആയാൽ കേരളത്തിൽ മറ്റൊരാൾ കൂടി PBയിലേക്ക് വന്നേക്കാം. EP ജയരാജന് സാധ്യതയുണ്ടെങ്കിലും 75 വയസ്സിന് തൊട്ടടുത്തെത്തി എന്നൊരു പ്രശ്നം നേരിടുന്നുണ്ട്. കേന്ദ്ര സെക്രട്ടേറിയറ്റിലുള്ള മലയാളിയെ
മന്ത്രിയായ വിജു കൃഷ്ണനും സാധ്യതയുണ്ട് എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റേ കാർഷിക സംരക്ഷണത്തിൽ വളരെ ഊർജ്ജസ്വലനായി പങ്കെടുത്ത നേതാവാണ്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട വാർത്തയായി മനോരമയിലുള്ളത്. മാതൃഭൂമിയില് തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു വാർത്തയുണ്ട്. അതായത് സ്ത്രീകളുടെ പേരിൽ വസ്തു രജിസ്ട്രേഷന് തമിഴ്നാട്ടിൽ ഇളവ് എന്നാണ് പറയുന്നത്. തമിഴ്നാട്ടിൽ സ്ത്രീകളുടെ പേരിൽ വീട്, വസ്തു തുടങ്ങിയ സ്വത്തുക്കൾ വാങ്ങിയാൽ 1% ഫീസ് ഇളവ്, 10 ലക്ഷം രൂപ വരെ വിലയുള്ള സ്ഥാവര സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ ഫീസിലാണ് ഇളവ്. ചൊവ്വാഴ്ച പ്രാബല്യത്തിൽ വരുമെന്നാണ് പറയുന്നത്. തമിഴ്നാട്ടിൽ കുറച്ച് സ്ഥലം വാങ്ങിച്ചാലോ? അത് ഞാൻ കേരളത്തിലൊക്കെ വേണമെങ്കിൽ ഒന്ന് പയറ്റാവുന്നതാണല്ലേ? സ്ത്രീ സൗഹൃദം എന്നൊക്കെ പറയുമ്പോ അടുത്താണ് വാളയാറൊക്കെ. അത് കടന്ന മാത്രമല്ല പലപ്പോഴും ഈ സ്ത്രീ 2 പെൺമക്കൾ വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മകനും മകളും ഒക്കെ ഉണ്ടെങ്കിൽ മകൾക്ക് സ്വത്ത് കൊടുക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും അത് മരുമകന്റെ കൂടെ പേരിലായിരിക്കും. അതെ, ലോകം മുഴുവൻ പ്രോപ്പർട്ടിയുടെ കണക്കെടുത്താൽ ഞെട്ടിപ്പോയി. 10% താഴെ മാത്രമാണ് സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് പ്രോപ്പർട്ടി. ഒന്നുകിൽ അത് ഭർത്താവിന്റെയോ അതല്ലെങ്കിൽ അച്ഛന്റെയോ പേരിലായിരിക്കും, അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പം സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് സ്ഥലം വാങ്ങാൻ പറ്റണം. അതിനുള്ളൊരു പ്രോത്സാഹന കാര്യങ്ങളിൽ തമിഴ്നാടിനെ ഫോളോ ചെയ്യാവുന്നതാണ് നമ്മുടെ സംസ്ഥാനത്തിലെന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റ്, പല കാര്യങ്ങളിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പം റേഷൻ കടകളാണെങ്കിലും ഒക്കെ അല്ലേ, ഒരു അപ്പം സൗജന്യ ബസ് യാത്രകൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏതായാലും ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. എമ്പുരാൻ മാത്രമല്ല, മോദി സർക്കാരിന് വീണ്ടും പ്രശംസ എന്നൊരു വാർത്ത നമ്മൾ പുറത്തു വിട്ടു. പറ്റുന്നേ മാതൃഭൂമിയിൽ 2020 എന്ന് നമ്മൾ കുറച്ചു കാലമായല്ലോ കേട്ടിട്ട്. ഇലക്ഷൻ ടൈമിലൊക്കെ കേട്ടു. പിന്നെ കിഴക്കമ്പലത്ത് ചില മാലിന്യ പ്രശ്നങ്ങൾ അങ്ങനെയല്ലേ കേട്ടിട്ടുണ്ട്. ഒരു പുതിയൊരു 2020മായി ബന്ധപ്പെട്ട ഒരു വാർത്ത മാതൃഭൂമി താഴെയായിട്ട് കൊടുക്കുന്നത്, പ്രഖ്യാപനവുമായി 2020 വൈദ്യുതിക്കും ഗ്യാസിനും 25% ഇളവ് എന്നാണ് പറയുന്നത്. 9 വർഷത്തെ ഭരണം പൂർത്തിയാകുമ്പോൾ കിഴക്കമ്പലം പഞ്ചായത്തിൽ 25 കോടി രൂപയും 4 വർഷത്തെ ഭരണം പൂർത്തിയായപ്പോൾ ഐക്കരനാട് പഞ്ചായത്തിൽ 12 കോടി രൂപയും നീക്കിയിരിപ്പുള്ളതായി ഇരു പഞ്ചായത്തുകളും ഭരിക്കുന്ന 2020 പാർട്ടി വ്യക്തമാക്കി. വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ഒരു പഞ്ചായത്ത് ആ പഞ്ചായത്തിന്റെ തനത് ഫണ്ട് നീക്കിയിരിപ്പ് തുക ബാക്കിയുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവിടുത്തെ വികസന പ്രവർത്തനങ്ങളും പ്ലാൻ പരിപാടിയും കാര്യമായി നടന്നിട്ടില്ല. നിങ്ങളുടെ പൈസ സൂക്ഷിച്ചു വെക്കാനല്ല, അതെടുത്ത് നാട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടി പൈസ എത്ര ചെലവാക്കി എന്ന് നോക്കിയാണ് ഒരു എക്സ്പെൻഡിച്ചർ നോക്കണം. ആ എക്സ്പെൻഡിച്ചർ മിച്ചം വെക്കാൻ വേണ്ടിയിട്ട് ഇതൊരു ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കുമെന്നാണ് പിന്നെ അവർ ആ വാർത്തയിൽ പറഞ്ഞിട്ടുണ്ട്. 2020 പൊളിറ്റിക്കൽ ലൈൻ എന്ന് പറയുന്നത് പഞ്ചായത്ത് ലാഭം ഉണ്ടാക്കുന്ന പരിപാടിയാണ് എന്നതാണെങ്കിൽ അത് ശരിയല്ല എന്നുള്ളതാണ്. രാഷ്ട്രീയ വിമർശനമായിട്ട് ഉന്നയിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അത് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല. പിന്നെ വലിയ ഈ കേരളം അത്ര വ്യവസായ സൗഹൃദമല്ല എന്നൊക്കെ പറയുന്ന നിലപാടുകളൊക്കെ 2020 ഭാഗത്ത് ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും ചൂടുള്ള വാർത്തകളിലേക്ക് കടക്കുകയാണ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ നിൽക്കുന്നത്.